ചിന്താസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് BSc മാത്സ് സ്റ്റുഡൻസിനെ സിലബസ് ആണ്. ഫസ്റ്റ് സെമ്മ് മുതൽ 6th സെമ്മ് വരെയുള്ള സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയിൻസ് നമുക്കറിയുന്ന കാര്യമാണ്. കോർ കോഴ്സ് എന്ന് പറയുന്നത് മാത്സ് ആണ്, മാത്തമാറ്റിക്സ് ആണ്. പിന്നെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ വേറൊരു കോംപ്ലിമെൻ്ററി കൂടി വരും. അതുപോലെ 2 ലാംഗ്വേജസ് ഉണ്ട്. ഇംഗ്ലീഷ് തന്നെ 2 ഉണ്ട്. പിന്നെ നമുക്ക് വേറൊരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് മാത്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ മാത്സ് ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ്, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ആ രണ്ടുമാണ് നമുക്ക് എന്തിൽ വരിക, ഒന്ന് മാത്സ് ഒന്ന് സ്റ്റാറ്റി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 ലാംഗ്വേജസ് വരുന്നുണ്ട്. ഒന്ന് ഇംഗ്ലീഷിന് 2 വരുന്നുണ്ട്. നിങ്ങളുടെ കോളേജിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ മെയിനായിട്ട് മാത്സിന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അടുത്തത് വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് അറിയുന്ന കാര്യമാണ്. മലയാളം, ഹിന്ദി, അതിൽ സംസ്കൃതം, അറബിക്ക്. അതിൽ ഏതാണോ നിങ്ങൾക്ക് പ്രിഫർ ആയിട്ടുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോളേജിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് തരുന്നത് അതാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ്. പിന്നെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മെയിൻ കോർ സബ്ജക്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. മെയിൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ആണ്. പിന്നെ കോംപ്ലിമെൻ്ററിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായാലും ഉണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുക. ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി എന്നുള്ളതാണ് ആദ്യത്തെ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് 2 100 തന്നെയാണ്. പിന്നെ വേറൊരു കോംപ്ലിമെൻ്ററി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എക്കണോമിക്സ് എടുക്കാം, കമ്പ്യൂട്ടർ എടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഇവിടെ എന്താണോ, ഇപ്പോൾ ഫിസിക്സ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, ഫിസിക്സ് എടുക്കാം. അങ്ങനെ നിങ്ങളുടെ കോളേജിൽ എന്താണോ അതാണ് നിങ്ങളുടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരിക. അപ്പോൾ ഇത് 2 സെയിം ആവും, എല്ലാവർക്കും മാറ്റം ഉണ്ടാവില്ല. ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് കാൽക്കുലസ് ആണ്. മാത്സിൽ കാൽക്കുലസ്, പിന്നെ പ്രോബബിലിറ്റി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ലാംഗ്വേജസ്. ഇംഗ്ലീഷിൽ തന്നെ 2 മലയാളം എടുക്കണമെങ്കിൽ മലയാളം എടുക്കാം. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് ഏതാണോ വരുന്നത് അതെടുക്കാം. അതുപോലെ തന്നെ ഒരു കോംപ്ലിമെൻ്ററി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ 2 സെമസ്റ്ററിൽ 6 സബ്ജക്റ്റ് വെച്ചിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം മാർക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 100ലാണ് എല്ലാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ കഴിഞ്ഞു. നമ്മൾ തേർഡ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ തേർഡ് സെമസ്റ്ററിൽ മാത്സിൻ്റെ നെയിം കാൽക്കുലസ് ആൻഡ് അനാലിറ്റിക് ജോമെട്രി ആണ്. അത് ഓക്കെ, അത് കഴിഞ്ഞു. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നുള്ളതാണ് അതിൻ്റെ ആ ബുക്കിൻ്റെ പേര്. ഓക്കെ, നമുക്ക് സിലബസിൽ വരുന്നത്. ഇനി ഇതിനെ ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ പേര് മാത്രം ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി 4th സെമസ്റ്ററിൽ വരുമ്പോൾ തിയറി ഓഫ് ഇക്വേഷൻസ്, മാട്രിസസ് ആൻഡ് വെക്റ്റർ കാൽക്കുലസ്. ഇനി സ്റ്റാറ്റിയിൽ വരുമ്പോൾ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അങ്ങനെ 4 സെമസ്റ്ററിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 5ാമത്തെ സെമസ്റ്ററിൽ വരുമ്പോൾ വേറെ വ്യത്യാസമുണ്ട്. 5ാമത്തെ സെമസ്റ്ററിൽ 4 മാത്സ് ആണ് വരിക. പിന്നെ മാത്സ് ആണ് നമ്മുടെ കോറാണ് വരിക. അതുപോലെ ഒരു ഓപ്പൺ കോഴ്സും വരും. അപ്പോൾ നമുക്ക് 5ാമത്തെ സെമസ്റ്ററിൻ്റെ കാര്യം നോക്കാം. ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോളേജിൽ ഏതാണോ അതാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഫിസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സ് എടുക്കാം. CS ഉണ്ടെങ്കിൽ CS എടുക്കാം. എക്കണോമിക്സ് ഉണ്ടെങ്കിൽ എക്കണോമിക്സ് എടുക്കാം. അതൊക്കെ ഓപ്പൺ കോഴ്സായിട്ട് എടുക്കാം. പക്ഷേ അത് കോംപ്ലിമെൻ്ററി ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. കോംപ്ലിമെൻ്ററി അല്ലാത്ത നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കോഴ്സ് കോളേജിലുള്ളത് അതാണ് ഓപ്പൺ കോഴ്സായിട്ട് എടുക്കാം. അത് 50 മാർക്കിനെയാണ് വരിക, 50 മാർക്കിനെയാണ്. ബാക്കിയെല്ലാം എന്താണ് 150 ആണ് വരിക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് 100 മാർക്കിനായിരുന്നു. ഇതൊക്കെ ഇനി എന്ത് ചെയ്യും, 150 മാർക്കിലായിട്ട് വരും. ഈ 4 നമുക്ക് ഓരോ പേപ്പറിനും 150 മാർക്കാണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് ഇനി വരിക. അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് 150. ഇനി വെക്റ്റർ കാൽക്കുലസ് ആണ്. പിന്നെ അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര ഉണ്ട്, ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. സെമസ്റ്റർ 6 നോക്കുമ്പോൾ ആകെ 4 തന്നെ നമുക്ക് 6 സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. 6 വിഷയങ്ങൾ വരുന്നുണ്ട്. അതിൽ റിയൽ അനാലിസിസ് കോർ വരുന്നത്, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ന്യൂമറിക്കൽ മെത്തേഡ്സ്, നമ്പർ തിയറി ആൻഡ് ലീനിയർ ആൾജിബ്ര. അത് 4 നമ്മുടെ കോറായിട്ട് വരുന്നത്. ഇനി നമുക്ക് എലക്റ്റീവ് കോഴ്സ് വരാം. എലക്റ്റീവ് കോഴ്സ് ഏതാണോ നിങ്ങളുടെ കോഴ്സിൽ വരുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് വരും. ഇപ്പോൾ ലീനിയർ വരാറുണ്ട്, പിന്നെ ഗ്രൂപ്പ് തിയറിയോ അങ്ങനെ ഗ്രാഫ് തിയറി. ഓക്കെ, അത്
പിന്നെ പ്രൊജക്റ്റ് വൈവേ നിങ്ങൾക്ക് 50 മാർക്കിനാണ്. എലക്റ്റീവ് കോഴ്സ് 100 മാർക്കിന്, 100 മാർക്കിന്, ഇത് 50 മാർക്കിന്. ബാക്കി എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 150. ഇനി ഇതിനെ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. ഇനി ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് നമ്മുടെ ബുക്കൊന്ന് നോക്കാം. അതിൽ ഏതൊക്കെയാണ് കണ്ടൻറ്റുകൾ നോക്കാം. ഫസ്റ്റ് കണ്ടൻറ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം. കണ്ടൻറ്റുകൾ അറിയുന്നില്ലെങ്കിൽ നോക്കുക. ഫസ്റ്റ് വരിക സെറ്റ് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ പഠിച്ചതാണ് സെറ്റ് ഓപ്പറേഷൻസ്. റിലേഷൻസ് വരും, പിന്നെ ഫങ്ഷൻസ് ഉണ്ട്, ഫർദർ മെത്തേഡ്സ് ഓഫ് സെറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ സബ് നമ്മൾ വായിക്കുന്നില്ല കേട്ടോ, മെയിൻ ഹെഡിങ് മാത്രമേ പോകുന്നുള്ളൂ. റിയൽ വാലിഡ് ഫങ്ഷൻസ് ആൻഡ് ഗ്രാഫ്സ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, മാത്തമാറ്റിക്കൽ ലോജിക്ക്. അതൊക്കെയാണ് എന്തിൽ വരിക, ഇതിൻ്റെ സിലബസ്. ഫസ്റ്റ് സെമസ്റ്ററിലെ ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. ഓക്കെ, നമ്മളെല്ലാവരും +2 പഠിച്ചിട്ടുള്ളതാവും. സെയിം ഏകദേശം ചെറിയൊരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഡീപ്പായിട്ട് വേറെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അപ്പം നമ്മൾ ഫസ്റ്റ് ബുക്കിൻ്റെ കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ബുക്ക് നോക്കാം. സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് കാൽക്കുലസ് ആണ് പഠിക്കാനുള്ളത്. കാൽക്കുലസിൽ മാത്സിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷിയേഷൻ ആണ് വരുന്നത്. പിന്നെ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. തേർഡ് സെമസ്റ്ററിൽ കാൽക്കുലസ് ആൻഡ് അനലിസ്റ്റിക് ജോമെട്രി അല്ലേ, അനലിസ്റ്റിക് ജോമെട്രി ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലോഗരിതമിക് ആൻഡ് എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ്. സെക്കൻഡ് വൺ ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. മൂന്നാമത്തെ ഇൻ്റർമീഡിയറ്റ് ഫോം. നാലാമത്തെ ഗ്രോത്ത് ആൻഡ് ഡീക്കേ. അഞ്ചാമത്തെ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി അഞ്ചാമത്തേൽ വരുന്നത് ഇൻഫൈനിറ്റ് സീരീസസ്. നാലാമത്തെ വരുന്നത് പവർ സീരീസസ്. അഞ്ചാമത്തെ കോണിക് സെക്ഷൻസ് ആണ്. കോണിക് സെക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ പാരാമെട്രൈസ്ഡ് കർവ്സ്. അടുത്തത് പോളാർ ഇക്വേഷൻസ്. നമ്മൾ പോളാർ ഇക്വേഷൻസും കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കേട്ടതൊക്കെ ഉണ്ടായിരിക്കും ഇതിൽ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, തേർഡ് സെമസ്റ്ററിൽ വരുന്നത്. ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് വരുന്നത്, ഫോർത്ത് സെമസ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, തിയറി ഓഫ് ഇക്വേഷൻസ്, മാട്രിക്സസ് ആൻഡ് വെക്ടർ കാൽക്കുലസ്. ആ ബുക്കിൻ്റെ പേര് അതേ സെയിം കണ്ടൻറ്റുകൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. തിയറി ഓഫ് ഇക്വേഷൻസ്, റാങ്ക് ഓഫ് മാട്രിക്സ് അറിയുന്നതാണ്. അപ്പോൾ അതിൽ റാങ്ക് ഓഫ് മാട്രിക്സ്, ലീനിയർ ഇക്വേഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, റൂട്ട്സ് ആൻഡ് വെക്ടേഴ്സ്, വെക്ടർ ഓൾജിബ്ര നമുക്ക് റിവിഷൻ ചെയ്താൽ മതി. ഇനി അടുത്തത് ദ ജോമെട്രി ഓഫ് സ്പേസ്, സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. അടുത്തത് 8th വരുന്നത് വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസ്. അത്രയേ ഉള്ളൂ. അത്ര കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഓരോന്നിൻ്റെയും ബാക്കിലുണ്ടായിരിക്കും. ഇതിൽ നമുക്കറിയാം ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്തത് ഫിഫ്ത്ത് സെമസ്റ്ററിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 4 പേപ്പേഴ്സ് ഉണ്ട് മാത്സിൽ, കോറിൽ. അപ്പോൾ അതിൽ 4 എണ്ണത്തിൽ ആദ്യത്തെ വെക്ടർ കാൽക്കുലസ് ആണ്. അതിൻ്റെ കണ്ടൻറ്റുകൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ മൾട്ടി വേരിയബിൾ ഫങ്ഷൻസ്, രണ്ടാമത്തെ കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ ഫങ്ഷൻസ്, മൂന്നാമത്തെ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ്, നാലാമത്തെ ഇൻ്റഗ്രേഷൻ ഇൻ വെക്ടർ ഫീൽഡ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സ്ട്രാക്റ്റ് ആൾജിബ്രയാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഫിഫ്ത്ത് സെമസ്റ്ററിലെ രണ്ടാമത്തെ കോറാണ് ആബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കാം. ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ്, പെർമുട്ടേഷൻസ്, കോസെറ്റ്സ് ആൻഡ് ഹോമോമോർഫിസം, റിങ്സ് ആൻഡ് ഫീൽഡ്സ് മൂന്നാമത്തെ. അത്രയേ ഉള്ളൂ. ആ 3 എണ്ണമാണ് നമുക്ക് എന്തിൽ വരുന്നത്, ആബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ വരുന്നത്. അതിലെ മൂന്നാമത്തെ കോറായിട്ട് വരുന്നത് ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണ് പ്രിലിമിനറീസ് ആണ്. രണ്ടാമത്തത് ദ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നതാണ്. അടുത്തത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് മൂന്നാമത്തെ. ഇനി വരുന്നത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. അടുത്തത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 5 ടേമാണ്, 5 കണ്ടൻറ്റുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്.
നമ്മൾ പറഞ്ഞ പോലെ ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ബുക്കിലുള്ളത്. അടുത്തത് നോക്കാം. ഫസ്റ്റിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിൽ വരുന്നത് ഏതാ നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുത്തോണ്ട് ഇരിക്കുന്നുണ്ട് അല്ലേ. ക്ലാസ് കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കേൾക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതൊക്കെ വരുന്നത് നോക്കാം. ഇൻട്രൊഡക്ഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ്, ഫിഫ്ത്ത് വൺ ലാപ്ലേസ്, ദ ലാപ്ലേസ് ട്രാൻസ്ഫോം, സിക്സ്ത് വൺ ഫോറിയർ സീരീസസ്, സെവൻത്ത് വൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അങ്ങനെ പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഫിഫ്ത്ത് സെമസ്റ്റർ കഴിഞ്ഞു, 4 കോറായിരുന്നു. ആ 4 കോർ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് സിക്സ്ത് സെമസ്റ്റർ ആണ്. സിക്സ്ത് സെമസ്റ്ററിലെ ആദ്യത്തെ റിയൽ അനാലിസിസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. കണ്ടിന്യൂസ് ഫങ്ഷൻ, ദ റീമാൻ ഇൻ്റഗ്രൽ. അടുത്തത് സീക്വൻസ് ആൻഡ് സീരീസസ് ഓഫ് ഫങ്ഷൻസ്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. അടുത്തത് ബീറ്റ ആൻഡ് ഗാമ ഫങ്ഷൻസ്. അപ്പോൾ ഈ 5 സെക്ഷൻസ് ആണ്, ഈ 5 കണ്ടൻറ്റുകളാണ്. അതിൽ നിന്ന് വീണ്ടും സബ് കണ്ടൻറ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് എന്ത് വരുന്നത്, റിയൽ അനാലിസിസ് വരുന്നത്. അടുത്തത് കോംപ്ലക്സ് അനാലിസിസ് ആണ്. കോംപ്ലക്സ് അനാലിസിസിലെ നമുക്കറിയുന്ന കാര്യമാണ് അനാലിസ്റ്റിക് ഫങ്ഷനാണ് ആദ്യത്തെ. അടുത്തത് എലമെൻ്ററി ഫങ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ, സീരീസസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, കാൽക്കുലസ് ഓഫ് റെസിഡ്യൂസ്. അങ്ങനെ 5 സെക്ഷൻസ് ആണ്, 5 കണ്ടൻറ്റുകളാണ്. അതിൽ വീണ്ടും സബ് കണ്ടൻറ്റുകൾ ഉണ്ടായിരിക്കും. പറയുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അതിൽ എത്ര കണ്ടൻറ്റുകളുള്ള 5 കണ്ടൻറ്റുകളുണ്ട്. ഫസ്റ്റ് വൺ സൊല്യൂഷൻ ഓഫ് ആൾജിബ്രിക് ആൻഡ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻസ്. രണ്ടാമത്തെ ഫൈനൈറ്റ് ഡിഫറൻസസ് ആൻഡ് ഇൻ്റർപോളേഷൻ. അടുത്തത് ന്യൂമറിക്കൽ ഡിഫറൻഷ്യൽ ആൻഡ് ഇൻറ്റഗ്രേഷൻ. നാലാമത്തെ മാട്രിക്സസ് ആൻഡ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അഞ്ചാമത്തെ ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 ആണ്. അതിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ടെസ്റ്റിലുണ്ടായിരിക്കും. കോഴ്സാണ് ഏത് സിക്സ്ത് സെമസ്റ്ററിലെ ലാസ്റ്റ് വൺ ആണ് നമ്പർ തിയറി ആൻഡ് ലീനിയർ ആൾജിബ്ര. അതിൽ ഫസ്റ്റ് വൺ തിയറി ഓഫ് നമ്പേഴ്സ്, രണ്ടാമത്തെ തിയറി ഓഫ് കോൺക്ലുവൻസ്. അടുത്തത് മൂന്നാമത്തെ സം ഫങ്ഷൻസ് ഓഫ് നമ്പർ തിയറി. നാലാമത്തെ വെക്റ്റർ സ്പേസസ്. അതിന് തന്നെ വീണ്ടും സെക്ഷനാക്കിയതാണ് വെക്റ്റർ സ്പേസസ്, ലീനിയർ മാപ്പിംഗ്. അങ്ങനെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഓഫ് നമ്പർ തിയറി നമുക്കിതിൽ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, ഡീപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇത്ര ടോപ്പിക്കുകളാണ്, ഇത്ര കണ്ടൻറ്റുകളൊക്കെയാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ഡിഗ്രി ലെവല് BSc മാത്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ബുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.